ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി നല്ല രുചിയുള്ള തക്കാളിക്കറിയാണ്. ഊണിൻ്റെ കൂടെ നമുക്ക് ഈ ഒരു തക്കാളിക്കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ കറികളുടെ ഒന്നും ആവശ്യമില്ല. വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു തക്കാളിക്കറി റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു തക്കാളിക്കറി എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിനു വേണ്ടിയിട്ട് ഈ ഒരു മൺചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത സവാള ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കണം. നമ്മളിവിടെ മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. സവാളയൊന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട പച്ചമുളക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. നമ്മളിവിടെ 2 പച്ചമുളകാണ് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ സവാള വഴറ്റി ഗോൾഡൻ കളർ ആകേണ്ട ആവശ്യമൊന്നുമില്ല. സവാള നല്ലതുപോലെ വാടി സോഫ്റ്റ് ആയിട്ട് വരണം. അതുവരെ നമുക്ക് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഈ ഒരു പാകത്തിന് വഴറ്റിയെടുത്തു കഴിഞ്ഞാൽ ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടികളുടെ ആ ഒരു പച്ച മണമൊക്കെ മാറി വരുന്നത് വരെ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാം. ഇപ്പോൾ പൊടികളുടെ ആ ഒരു പച്ച മണമൊക്കെ മാറി പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നല്ല പഴുത്ത തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മളിവിടെ മീഡിയം സൈസിലുള്ള 4 തക്കാളിയാണ് ഈ ഒരു ഷേപ്പിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തക്കാളി അരിഞ്ഞെടുക്കാവുന്നതാണ്. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഗ്യാസ് മീഡിയം ഫ്ലെയിമിൽ 1 മിനിറ്റ് നേരം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇവിടെ 1 മിനിറ്റ് നേരം തക്കാളി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഈ തക്കാളി വെന്ത് കിട്ടുന്നതിന് ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്രേവി എത്രത്തോളം ആവശ്യമുണ്ടോ ആ ഒരളവിൽ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് തക്കാളി കുക്ക് ചെയ്തെടുക്കാം. തക്കാളി ഇവിടെ വെന്ത് വരുമ്പോഴേക്കും നമുക്ക് കറിക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് ചിരകിയ നാളികേരം ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 7 കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു തക്കാളിക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കും. ആവശ്യത്തിന് വേണ്ട വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒട്ടും തരിയില്ലാതെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. ഇപ്പോൾ നമ്മുടെ തക്കാളി വേവിക്കാൻ വെച്ചിട്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമുക്ക് ഗ്രേവി എത്രത്തോളം ആവശ്യമുണ്ടോ ആ ഒരളവിൽ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അരപ്പ് ചേർത്തതിന് ശേഷം നമ്മളിത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചേർത്ത് കൊടുത്ത അരപ്പിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വരുന്നത് വരെ നമ്മളിത് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ഒരു ടൈമിൽ നമ്മുടെ കറിയുടെ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കണം. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അരപ്പിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചേർക്കണം. അതിനു വേണ്ടിയിട്ട് ഈ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നപ്പോൾ 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ മൂത്ത് വന്നപ്പോൾ ഉണക്കമുളക് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ 4 ഉണക്കമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇവിടെ ഇതെല്ലാം പാകത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ടേസ്റ്റി തക്കാളിക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഈ കടുക് താളിച്ചതിൻ്റെ ഫ്ലേവർ എല്ലാം കറിയിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് നേരം അടച്ചു വെക്കാം. അതിനുശേഷം നമുക്കിത് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തക്കാളിക്കറിയാണിത്. ഈ ഒരു തക്കാളിക്കറി എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്